ഉൾപ്പെടെ 99 MLA-മാരാണ് പുതുമുഖങ്ങൾ ഈ നിയമസഭയിലുള്ളത്. തീർച്ചയായിട്ടും ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ വിജയ് ഒരു പുതുമുഖമാണ്, ഒരു മന്ത്രി എന്നുള്ള നിലയിൽ പുതുമുഖമാണ്, MLA എന്നുള്ള നിലയിൽ അദ്ദേഹം ഒരു പുതുമുഖമാണ്. അപ്പോൾ ഈ ഒരു തരത്തിൽ ഈ ഭരണ മികവ് തെളിയിക്കേണ്ടത് അത് വിജയുടെ ഒരു വലിയ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ ഭരണത്തിലേറെ ഇന്നലെ തന്നെ അദ്ദേഹം വലിയ പ്രഖ്യാപനങ്ങളാണ് നടത്തിയത്. സംസ്ഥാനത്ത് 200 മെഗാവാട്ട് വൈദ്യുതി സൗജന്യം, അതുപോലെ സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രത്യേക സ്ക്വാഡ്, ലഹരി വിരുദ്ധ സ്ക്വാഡ്, ഇതെല്ലാം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു സിനിമാ സ്റ്റൈലിൽ തന്നെ അധികാരത്തിലേറിയ വിജയുടെ മുന്നോട്ടുള്ള പോക്കും അതും സിനിമാ സ്റ്റൈലിലാകും എന്നുള്ള സൂചനകളാണ് ഇന്നലെ തന്നെ വന്നു തുടങ്ങിയത്. വിജയുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു മുന്നോട്ടുള്ള പോക്കിലുള്ള ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വരുന്ന ബുധനാഴ്ചയ്ക്ക് മുൻപ് സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കണം എന്നുള്ളതാണ്. കോൺഗ്രസ് മാത്രമാണ് ഈ ഇപ്പോൾ DMK മുന്നണി വിട്ട് ഈ TVKയിൽ വന്ന് വിജയ്ക്ക് പൂർണ്ണ പിന്തുണ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഇടത് പാർട്ടികളായിട്ടുള്ള CPIയും CPM-ഉം പിന്നെ VCK ആണെങ്കിലും പിന്നെ IUML ആണെങ്കിലും അവരെല്ലാം DMK മുന്നണിയിൽ തന്നെ നിന്നുകൊണ്ടുള്ള ഒരു പിന്തുണയാണ് വിജയ്ക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു നൂലിന്മേൽ കളി തന്നെയാണ് ഇപ്പോഴുള്ള നിയമസഭയിലുള്ള വിജയുടെ പോക്കെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. ഇപ്പോൾ കേവലം ഈ ചെറിയൊരു ഭൂരിപക്ഷത്തിൽ നമ്മുടെ കേരളത്തിൽ ഉമ്മൻചാണ്ടി 5 കൊല്ലം ഭരിച്ച ഒരു അനുഭവമൊക്കെ നമുക്ക് മുന്നിലുണ്ടായിരുന്നു. പക്ഷേ ഉമ്മൻചാണ്ടിയെ പോലെയല്ല വിജയ് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞാൽ അത്രയും വർഷത്തെ ഒരു രാഷ്ട്രീയ പാരമ്പര്യവും നിരവധി വർഷത്തെ ഒരുപാട് രാഷ്ട്രീയ കളം മാറി ചവിട്ടലുകളും പല ഒരു നാടകങ്ങളും എല്ലാം മുന്നിൽ കണ്ടിട്ടുള്ള ആളായിരുന്നു അദ്ദേഹം. പക്ഷേ വിജയ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പുതുമുഖമാണ്. അപ്പോൾ ഈ സഖ്യകക്ഷികളെ കൂടെ പിന്തുണയുമായി നിൽക്കുന്ന മറ്റ് പാർട്ടികളെ അനുനയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തിന് മുന്നിലുള്ള വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. ഇന്ന് എന്തായാലും MLA-മാരുടെ സത്യപ്രതിജ്ഞ സഭയിൽ നടക്കും. രാവിലെ 9 മണിക്കാണ് സെക്രട്ടേറിയറ്റിൽ ആ ചടങ്ങ് നടക്കുക. മറ്റ് സ്പീക്കറിനെയും ഡെപ്യൂട്ടി സ്പീക്കറിനെയും ഉൾപ്പെടെ നാളെ തെരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇന്ന് സഭയിൽ തന്നെ വരുമ്പോൾ വിജയ്ക്ക് മുന്നിലുള്ള ഒരു പ്രതിസന്ധിയായി ഉള്ളത് തമിഴ് തായ്വാഴ്ത്തിൻ്റെ കാര്യത്തിൽ തന്നെയാണ്. ഇന്നലെ ഇപ്പോൾ വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുന്നോടിയായി ആദ്യം പാടിയത് വന്ദേ മാതരമാണ്. അതിനുശേഷം ഇപ്പോൾ ദേശീയഗാനം പാടി, പിന്നാലെയാണ് തമിഴ് തായ്വാഴ്ത്ത് പാടിയത്. സാധാരണ തമിഴ്നാട്ടിൽ ഉള്ള ഒരു പൊതു പരിപാടികളിൽ സാധാരണയായി നടക്കാറുള്ളത് തമിഴ് തായ്വാഴ്ത്ത് ആദ്യം പാടുകയും പിന്നാലെയാണ് ഈ ദേശീയഗാനം ഉൾപ്പെടെ ആലപിക്കുകയും ചെയ്യാറുള്ളത്. പക്ഷേ ഈ പുതിയ രീതി അത് തീർച്ചയായിട്ടും പ്രതിപക്ഷ പാർട്ടികളെ ചൊടിപ്പിച്ചിട്ടുണ്ട്. DMKയും അതുപോലെ CPIയും എല്ലാം വിജയ്ക്കെതിരെ കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ വിജയ് തന്നെ നിയമസഭയിൽ വിശദീകരണം നൽകണം എന്നാണ് CPI ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിന് പിന്നാലെ TVKയുടെ ഭാഗത്ത് നിന്ന് ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. ആദവ് അർജുനെയാണ് ഇപ്പോൾ ഒരു വിശദീകരണമായി X-ൽ കുറിച്ചിട്ടുള്ളത്.